പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവിൽ ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള്, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തില് ഈ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ
ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷ കൊണ്ടിരിക്കുന്ന കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തില് ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികള്, പീഡിതര്, മനപ്രയാസമുള്ളവര്, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവര്, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിന്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുമുറുവാർന്ന വലത് കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. പക്ഷേ കൃപാസനത്തിൽ നിന്ന് അത് പറയുമ്പോൾ അതിന് വേറെ ഒരു ട്വിസ്റ്റിങ് വരും മിക്കവാറും. എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ധ്യാനിപ്പിച്ചപ്പോഴേ നമ്മുടെ ജെറമിയയില്ലേ, ജെറമിയ 2:13 എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇത് സാധാരണ ആഭിചാരം, കൂടോത്ര മന്ത്രവാദം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചില ധ്യാനവേദികളിലൊക്കെ നമ്മളിത് കേൾക്കുന്നത്. എപ്പോഴും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളാണ്, കാര്യം കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല വിഷയം. നമ്മൾ പൊട്ടക്കിണറെ കുഴിക്കുന്നതല്ല പ്രശ്നം. അതായത് ഇതെല്ലാം ഈ നമ്മുടെ ഒന്നാമത്തെ കൽപ്പനയുമായിട്ട് ലിങ്ക്ഡാണ്. ഒന്നാമത്തെ കൽപ്പന എന്താ? പുറപ്പാട് 20:2 അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇതുമായിട്ട് ലിങ്ക്ഡാണ്. ഏത്? നേരത്തെ പറഞ്ഞ ജെറമിയ 2:13 എന്താണ്? ജീവന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, പകരം പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇത് ഒരു ജന്മം ധ്യാനിക്കാനുള്ള വിഷയമാണ്. കാര്യം ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഈ പകരം, ദൈവത്തിന് പകരം ഒരു അതർ ഗോഡ് എപ്പോഴും ഇങ്ങനൊരു നിഴല് പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതർ ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന, ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്ന സിമ്പിളാണ്. ദൈവവചനം അവോയ്ഡ് ചെയ്യുമ്പോൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും ദൈവം എന്തോ ഒരു കരുണയുള്ള ആളാണ്.
ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുഴുവനും. കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ, മിക്ക വചനങ്ങളും തന്നെ സിമ്പിളാണ്. വചനങ്ങൾ സിമ്പിളാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം മത്തായി 11:30, എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിന്റെ കാലത്ത് യഹൂദന്മാരുടെ ജുഡൈക് ലൈഫില്ലേ, ഭാരം കൂടിയതായിരുന്നു. അതാണ് ഈശോ അങ്ങനെ പറയണത്. ജുഡൈക് യഹൂദന്മാരുടെ ജീവിത രീതികളും പിന്നെ ഈ റബികള് ദൈവത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് അത് വചനം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഈശോ അത് പറയുന്നുണ്ട്, നിങ്ങൾ ദുർവാഹമായ ചുവടുകളെ. മത്തായി 23:4, അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. റബിനിക് ലോ അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻസും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഓരോരോ കാലം തോറും ജീവിക്കാൻ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? നിസ്സാര പ്രശ്നങ്ങളൊന്നുമല്ല. തന്ത്രപരമായിട്ട് ഒരു ദൈവ സംവിധാനത്തിനെ ഒരു പറ്റം ആൾക്കാർ ഹൈജാക്ക് ചെയ്യണതാണ് കാണുന്നത്. വെച്ചാൽ ഒരു മതത്തിൻ്റെ സത്യങ്ങളെ എന്തുമാത്രം സങ്കീർണമാക്കുന്നുവോ അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു പണിയില്ലാതെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതവുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകും. നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും മത്സ്യത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായി ജീവിച്ച് രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും. ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു, ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു, നമ്പൂതിരി വെച്ചാൽ ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും വന്നു. അപ്പം അത് വെച്ചാൽ ഒരു ന്യൂനപക്ഷ മതത്തിൻ്റെ ദൈവത്തെ തന്ത്രപരമായിട്ട് ഹൈജാക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കുക. അതാണ് ഈശോ പറയണത്, നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും, ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ്. ആ ഭാരം ലഘുവാക്കുന്നതല്ല, എൻ്റെ മുഖം മധുരവും ഭാരം ലഘുവുമാണ്. അവിടെ എന്താണ് ഭാരമുള്ളത്? ഒരു ഭാരമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പം സ്നേഹിക്കണമെന്നുള്ള ഒറ്റ ചെറിയ സംഭവത്തിൽ ഈശോ ഇതെല്ലാം കൊണ്ടുവന്ന് ഒതുക്കും. ഇനി ആരെങ്കിലും ആരാണ് എൻ്റെ സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ സമരക്കാരൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് കർത്താവ് സ്നേഹത്തിൻ്റെ സാർവജനീനത ഏറ്റവും കൂടുതൽ സഹായം ആശകളിലേക്ക് സഹായം എത്തുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും. സിമ്പിളായിട്ടാണ്. അപ്പോൾ ബേസിക്കായിട്ട് മൗലികമായിട്ട് സ്നേഹമാണ്. അതുകൊണ്ട് ഈ മാർപ്പാപ്പമാരൊക്കെ കരുണയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. കാര്യം സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കരുണയ്ക്കും സ്നേഹത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കരുണ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണിക്കണതാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ. ആ ദൈവം നമ്മോട് കാണിച്ചതാണ്. സ്നേഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അതൊരു ബയലാറ്റർ, ഒരു റെസിപ്രോക്കലായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുന്നവർക്ക് എപ്പോഴും സ്നേഹം കിട്ടണമെന്ന് ഉള്ള ഒരു ആഗ്രഹം
അജ്ഞാതമായെങ്കിലും അവബോധ മനസ്സിലെങ്കിലും കാണും. അത് ഒരു മനുഷ്യപ്രകൃതിയാണ്. കരുണയ്ക്ക് അതൊന്നുമില്ല. കരുണ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയണത് കുറേശ്ശെയായിട്ട് നമ്മൾ ഇത് എല്ലാവരും മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറയണില്ലേ, ഭാരം ലഘുവാണെന്ന്. അപ്പം ഭാരം ലഘുവാണെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ട് അത് എന്തുമാത്രം സാധനമാണ്. പണ്ടൊക്കെ നമ്മൾ ഇസ്തിരി എടുത്ത് 10 കിലോയുള്ള തേപ്പോട്ടിയുടെ അകത്ത് ചിരട്ടക്കല്ല് കൂട്ടി അത് പൊക്കി പിടിച്ച് കുറച്ച് എന്ത് ആയാസത്തിനാണ് തുണി തേക്കണത്. ആ സമയത്ത് ഇപ്പോഴെന്താ പറ്റണത്? ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്ന തേപ്പൊട്ടി കൊണ്ട് ചുമ്മാ ഇങ്ങനെ ചൂട് അഴയിലിട്ട് തേച്ചുകളെ. അപ്പം ഭാരം ലഘുവായി, സിമ്പിളായി, ലൈറ്റ് വെയിറ്റായി. അപ്പം ലൈറ്റ് വെയിറ്റ് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകത്ത ശരിക്കും. അപ്പം ഭാരം ലഘു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്തസത്യം എന്ന് പറയണത്, നമ്മൾക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, അനോയിൻറ്റിങ് കിട്ടിയാൽ മതി. അതാണ്. അല്ലാതെ നമുക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, പാപമില്ലാതെ ജീവിക്കാം. അതൊക്കെ വലിയ ഭാരമുള്ള പരിപാടികളില്ല. പക്ഷെ എന്താണ്, ഇതിൻ്റെ അനോയിൻറ്റിങ് കിട്ടണം. എപ്പോഴും നമ്മളെപ്പോഴും നിങ്ങൾ നിശബ്ദ ധ്യാനത്തിലെങ്കിലും അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം പാപം ചെയ്യാതിരിക്കാനും പുണ്യത്തിൽ പുരോഗമിക്കാനും എപ്പോഴും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതിനകത്തുള്ള ഒരു ടോപ്പ് സെക്യൂരിറ്റി എന്താണെന്ന് അറിയാമോ? ഇപ്പം നമ്മളുടെ ഒരു നോട്ടിൽ 17 സെക്യൂരിറ്റി മാർക്കുകളുണ്ട് അല്ലേ? ഒരു നോട്ടിൽ 500 നോട്ടിലൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച 17-18 സെക്യൂരിറ്റി മാർക്കുകളുണ്ട്. നമുക്ക് 1-2 മാർക്ക് അറിയാൻ പറ്റും. നമുക്ക് ജലമുദ്ര അറിയാം. അത് നോക്കുമ്പോൾ അശോക ചക്രമൊക്കെ ഇരിക്കണ കാണാം അതിനകത്ത്. പിന്നെ വാട്ടർ മാർക്ക് കാണാം. പക്ഷേ ഗവൺമെൻറ്റിനറിയാം 17 ഉണ്ട്. കള്ളനോട്ടും ഒറിജിനൽ നോട്ടും തമ്മിൽ ഗവൺമെൻറ് അംഗീകരിച്ച 17 സെക്യൂരിറ്റി നോട്ടുണ്ട്. അപ്പോൾ 17 സെക്യൂരിറ്റി നോട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റിയൽ നോട്ടാണെന്ന്. അതിൻ്റെ മൂല്യം ഇന്ത്യയിൽ മൂല്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളകത്താവും. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളിത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ ചോദിക്കും. പിന്നെ റൂട്ട് ചെയ്ത് പിന്നെ പണിയായിരിക്കും. പിന്നെ 10,000 ചോദ്യങ്ങൾ വരണം. അപ്പം ഇതുപോലെ കവനിലെന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ സെക്യൂരിറ്റി ത്രെഡുകളുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന സംഭവത്തിന് കണ്ണടയില്ലെങ്കിൽ പണിയാവും. നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക്. ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പ് വരുത്തണം. എന്നുവെച്ചാൽ ഉടമ്പടി എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓക്കെ ആവും. എന്താ കാര്യം ചെയ്തത്? ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നവുമില്ല. ബാക്കി എന്താ കാര്യം? പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി ദൈവം ചെയ്യേണ്ടതാണ്. നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഈ 500 രൂപ നോട്ട് ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ്. കാര്യം എന്താണ്? അത് കള്ളനോട്ടല്ല. കവനൻ്റ് അങ്ങനെയാണ്. കവനൻ്റെ സെക്യൂരിറ്റി ത്രെഡുകളെല്ലാം നിങ്ങളുടെ ഇവാഞ്ചലൈസേഷൻ, നിങ്ങൾ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക, ആതുര സേവനം ചെയ്യുക, വിശുദ്ധിയോട് ജീവിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്യുക, കുടുംബത്തിൽ മാന്യമര്യാദ ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, അവതാരത്തോടെ ജീവിക്കുക, കാരുണ്യത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റി ത്രെഡെല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും. നമുക്ക് നോട്ട് പഴയതായാൽ പോലും, ഉടമ്പടി പഴയതായാൽ പോലും പുതിയതിൻ്റെ വിലയല്ല അതിനുള്ളത്. 500 രൂപയ്ക്ക് പഴയ നോട്ടാണെന്ന് പറഞ്ഞാൽ അതിന് 5 രൂപയുടെ വിലയല്ലല്ലോ. അപ്പോൾ ഉടമ്പടി പഴയതാണെങ്കിലും നിങ്ങൾ പാലിച്ചു പോകണമെങ്കിൽ പുതിയതിൻ്റെ വിലയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് സങ്കീർത്തനം എടുത്ത മക്കളെ,
സങ്കീർത്തനം 89:34, 89:34. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 89:34. ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് പറയണതാണ്, നമ്മുടെ ഭാഗത്തുനിന്നല്ലേ. നിങ്ങൾ ഉഴപ്പിയാലും ഞാൻ ഉഴപ്പത്തില്ലെന്ന് പറയണ പച്ച മലയാളത്തില്. എന്താ പറയുക? സങ്കീർത്തനം 89:34. എന്താ ഒന്ന് വായിച്ചേ? ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. അപ്പൊ ഇത് 100% ഷുവറായിട്ട് അവസാനം വരെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഇത് രാത്രിയിലാണെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? വിശ്വസ്തത. അതാ സങ്കീർത്തനം 92:3 പറയണത് എന്താണ്? നിന്റെ രാത്രിയിൽ ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും. അത് കാര്യം നിന്റെ രാത്രി എന്ന് പറയുമ്പോൾ കണ്ണ് കാണാൻ പാടില്ലാതെ നടക്കുകയാണ്, ബുദ്ധിയും ബോധവും ഇല്ലാതെ വലിയൊരു മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് നടക്കും. അന്തന ഇപ്പം നിങ്ങൾ ദൈവത്തിൽ അകന്നു പോയെന്ന് വിചാരിച്ചോ? എന്തെങ്കിലും തരികട വീട്ടിൽ വന്ന് നിങ്ങൾ അകന്നു പോയെന്ന് വിചാരിച്ചോ? എന്നിട്ട് അന്തനെ വഴി കാണിക്കണ പോലെ ചിലപ്പോൾ നിങ്ങളുടെ അളിയനായിരിക്കും നിങ്ങൾ വഴി കാണിക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ അയൽവാസി ആയിരിക്കും വഴി കാണിക്കണത്. നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഉറപ്പിച്ചാലും ശരി, നിൻ്റെ രാത്രിയാണ്. പക്ഷെ നീ ഉടമ്പടി ദൈവം വിശ്വസ്തനായത് കാരണം നീ അഴിഞ്ഞു പോകാൻ, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. കൈയടിച്ച് ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ജെറമ്യ എടുത്ത് 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ അതാണ്. അതായത് പറഞ്ഞ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പൊ അതായത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം തന്നെ, നമുക്ക് കണ്ടെത്താൻ പാടല്ലേ, അതുകൊണ്ട് ദൈവം തന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു വല്ലാത്തൊരു ഗൈഡൻസാണ്. ഇതുകൊണ്ടാണ് നമ്മൾ കർക്കശമായിട്ട് വിശുദ്ധി പാലിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം. 2 ഭാര്യ, 3 ഭാര്യ, 5 ഭർത്താക്കന്മാരെ എങ്ങനെയും ജീവിക്കാം. വിശുദ്ധി ആവശ്യമില്ല, ദൈവത്തെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ അവരുടെ എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ അവർ ജീവിക്കും. പക്ഷേ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ദൈവത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സമീപസ്ഥനാണ്. ദൈവം സമീപസ്ഥനാണ്. സത്യസന്ധമായിട്ട് അത് ഹൃദയം നുറുങ്ങിയവർ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. അതായത് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നുള്ളതും പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണുന്നുള്ളത് സിംഗിൾ വേർഡാണത്. അതായത് ഹൃദയം നുറുങ്ങിയ എല്ലാവരും കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ഹൃദയം നുറുങ്ങിയ ആൾക്കാർ പരമാർത്ഥ ഹൃദയരായിരിക്കണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 18-ാം തിരുവചനം. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇതിന്റെ കൂടെയാണ് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയണത്. ഇപ്പൊ ഹൃദയം നുറുങ്ങിയിരിക്കണം, പറഞ്ഞ ഹൃദയശുദ്ധി ഇല്ല, കാപട്യമാണ് കൈയിരിക്കണത്. അത് വർക്കൗട്ട് ചെയ്യണം നിർബന്ധമില്ല. സങ്കീർത്തനം 34:18 വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഹൃദയം നുറങ്ങിയിരിക്കണം, സമ്മതിച്ച്, പക്ഷേ നിങ്ങളുടെ കയ്യിരിക്കണ കാപട്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം വിശുദ്ധിക്ക് കവനൻ്റെ വർക്കൗട്ട് ചെയ്യാൻ ഒരു അവിഭാജ്യമായ അടിസ്ഥാന ഘടകമാണ് വിശുദ്ധി. അതുകൊണ്ടാണ് പറയണത്, കർത്താവ് പറഞ്ഞത് ആദ്യത്തെ വാക്ക് എന്താണ് പറഞ്ഞത്? സമയം പൂർത്തിയായിരിക്കുന്നു, അനുദപിക്കുക. ഇത് രണ്ടും ഒരു സംഭവമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിലും നിനക്ക് വിശ്വസിക്കാം, പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ നീ അനുദപിക്കേണ്ടി വരും. ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും നിനക്ക് വിശ്വസിക്കാം, പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ്റ്റ് റിപ്പൻറ്റ്. പ്രാർത്ഥിക്കുക, കർത്താവേ
കർത്താവേ, അനുദപിച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിലെ അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ അഭിഷേകം എന്നെ ചെയ്യണമേ. അഭിഷേകം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കവനന്റ് ഉടമ്പടി ധ്യാനം നിങ്ങളെ കുടുംബമൊക്കെ മനസ്സിലാകുന്നില്ലേ? അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നണം. കാര്യം കവനന്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ ആരാണ് നോൺ ക്രിസ്ത്യൻസ് എന്ന് എവിടെയും കിട്ടത്തില്ല. കാര്യം എന്താണ്? ആരാണ് ഹൃദയശുദ്ധിയുള്ളവരെ, ആരാണ് ദൈവത്തോട് സത്യസന്ധതയുള്ളവരെ, ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ. അത് കപ്പാസിറ്റിയാണത്, അതൊരു കപ്പാസിറ്റിയാണ്. നിങ്ങൾ വിജയിക്കേണ്ടത് കവനൻ്റ് കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ്. നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. നിങ്ങൾ അനുദപിക്കാൻ പറയുന്നതും സൽപ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാം, അനുഗമിക്കാം, ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായൻ വിളിച്ചിടുന്നു, ആഗതനായൻ വിളിച്ചിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ തന്റെ വിശ്വസിക്കുന്നവർക്കെല്ലാം നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള അവൻ കഴിവ് കഴിവ് നൽകി. നൽകി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം. പിതാവേ, നന്ദി. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. സ്വരത്തിൽ സന്തോഷത്തോടെ ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. Praise the Lord. അത് സിമ്പിൾ ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നൽകുന്നത്. അതാണ് നടപടി പുസ്തകത്തിൻ്റെ 2:38. പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ സ്നാനം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പോൾ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതൊരു മതപരിവർത്തനമായിട്ട് മാറും.
സ്വാഭാവികമായിട്ട് ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ആ വിഷയം നമുക്ക് നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ലക്ഷ്യങ്ങൾ വരുന്ന വിഷയമല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ വരുന്ന ഒരു വിഷയമുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നാനം നമുക്ക് പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ലാതെ ഒരു പൊതു സ്നാനമായിട്ട് സ്വീകരിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് പരിശുദ്ധാത്മ കിട്ടുകയല്ലേ പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധാത്മ നിത്യയുടെ മുദ്രയല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണത്? ഈ സ്നാനം എന്ന് പറയണത് എന്താ? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 12:50 എടുത്തേ. ലൂക്ക 12:50. ലൂക്ക 12:50. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ഓക്കെ, പറഞ്ഞ എന്താണ്? എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാവുകയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ സ്നാനം ഏതാണ്? ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളാണ്. ഈ പീഡാസഹനങ്ങളെ ഈശോ എന്തെന്നാ വിളിക്കണത്? സ്നാനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. പിടിയ ഈ സ്നാനം നിൻ്റെ കുടുംബത്തിലെ പീഡാസഹനങ്ങൾ, നിൻ്റെ കുടുംബത്തിൻ്റെ രോഗമാകാം, നിൻ്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം, നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലൂടെയും കർത്താവ് കടന്നു പോയതാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളും കടന്നുപോയ കർത്താവിനെ, നിൻ്റെ പീഡാസഹനങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ്. ഇപ്പം നിൻ്റെ ചിലപ്പോൾ കാരണം കൂടാതെ വെറുത്ത് കാണും. ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കാരണം കൂടാതെ വെറുക്കപ്പെടുന്നത് എന്താ? ഏറ്റവും കൂടുതൽ ഒരു കാരണമില്ലാതെ വെറുക്കപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ചില കാരണങ്ങൾ പരസ്യമാകാം, ചില കാര്യങ്ങൾ രഹസ്യമാകാം. എല്ലാം മുതലെടുപ്പാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം കൂടാതെ നിന്നെ വെറുക്കും. നീ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല. നിൻ്റെ ഭർത്താവ് നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ല. ബൈബിളിലുണ്ട് കാരണം കൂടാതെ അവൻ വെറുക്കപ്പെട്ടെന്ന്. നീ കാരണം കൂടാതെ വെറുക്കപ്പെട്ടിരിക്കെങ്കിലേ ഇപ്പം നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ നിൻ്റെ വീട്ടിൽ വരണില്ല, അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. കാര്യം ചോദിച്ചിട്ട് പറയണമില്ല. അപ്പം നീ വന്ന് എന്നോട് ചോദിക്കുക, അച്ഛാ കാര്യം എന്താണ് അച്ഛാ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അച്ഛാ. എന്നിട്ട് അവളെന്താ എൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് എന്നോട് ചോദിക്കും. ഞാൻ അതിൻ്റെ ഉടമ്പടി കറക്റ്റാണ്, ഞാൻ പറയാം അവളെന്താ ഫോൺ എടുക്കാത്തതെന്ന്. അവൾ ഉടമ്പടി കറക്റ്റാണെന്ന് നോക്കും. ആദ്യം ഞാൻ പേപ്പർ നോക്കും, കറക്റ്റ് ചെയ്യും. അപ്പോൾ ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഭാര്യയാകാൻ തെറ്റിദ്ധരിക്കണത് ഭർത്താവുമാകാം. പക്ഷെ നീ അത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കണമെങ്കിൽ അവർ കാരണം കൂടാതെ എന്നെ വെറുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എന്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നിൻ്റെ രോഗമാകാം. ഇപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത്. ഐസയ 53:7 ഇല്ലേ? ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ, ഭാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, വെൻ യു ടേക്ക് ദ നെയിം ജീസസ് ക്രൈസ്റ്റ് യു റിസീവ് ജീസസ്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാകും. മനസ്സിലായില്ലേ?
നിന്റെ വേദന, നിന്റെ രോഗം, നിന്റെ പീഡ, നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ, നീ അനുഭവിക്കുന്ന സംശയ രോഗങ്ങൾ, അത് നിന്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നോ കംപ്ലൈൻറ്റ്. പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ പാടില്ല. കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അവനിട്ട് പോയി ചവിട്ടരുത് നീ. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും. എന്താണ്? അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഭരിക്കും, മിണ്ടത്തില്ല. ഈ അക്കൗണ്ടിലേക്ക്, മരിയൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ, അത് നിൻ്റെ അയൽവാസി, നിൻ്റെ ബന്ധുക്കൾ നിന്നെ വിഷമിപ്പിക്കുകയോ ഞെരുക്കുകയോ മനഃപൂർവ്വം ഏഷണി, പക, പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്താൽ, when you take it in the name of Jesus Christ, you have baptized in the name of Jesus Christ. അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ നീ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്നാനസ്ഥാനത്തിൻ്റെ ശരീരഭാഷ എന്താണ്? മൗനമാണ്. ഇടക്കിടന്ന് കാറകൂ വരാം. അമ്മയുടെ ജീവിതം നിത്യജ്ഞാനസ്ഥാനത്തിൻ്റെ ജീവിതമാണ്. എന്താ കാര്യം? എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ച് മൗനമായിരിക്കും. ദൈവമല്ലേ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. ഇപ്പോഴും എന്താ സംസാരിക്കണത്? നിൻ്റെ ജ്ഞാനസ്ഥാനങ്ങളിലെ നീ മൗനമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നിന്നെ രൂപപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നീ ഈറ്റുന്നവ അനുഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. വാഗ്ദാന പേടകമേ സ്വർഗീയ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ വാഗ്ദാന കൃപാസനത്തിൻ്റെ അമ്മേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പം നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസ്ഥാനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. സഭയിൽ കവദാസ ജീവിതമില്ലാത്ത കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പാപങ്ങൾ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് ഞാൻ എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിനെ ആത്മാവിനെ സ്ഥാനപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ആത്മാവേ പാവനാത്മാവേ തന്നാലും സ്വർഗാരൂപി വന്നാലും ആത്മാവേ പാവനാത്മാവേ തന്നാലും അനൂപി സ്വർഗാരൂപി വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. അത് വിശ്വാസത്തിലാണ് ഈ സ്നാനം ആൾക്കാർ ചെയ്യണത്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ക്ഷതങ്ങളെ മാനസികമായി ശാരീരികമാകാൻ അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരു
സഹനത്താൽ ആത്മീയ സ്നാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനും അനുഗ്രഹത്തിനും നീ അവകാശിയായി മാറുന്നെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ. അതായത് ഒരിക്കൽ നീ വിശ്വാസം സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ നാമം എന്താണെന്ന്, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യസൗഖ്യം എന്താണെന്ന്, ശരീരസൗഖ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കും വേണമെങ്കിൽ അവരെ, അതായത് ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും കരുത്തോടെയും നിത്യരക്ഷയോടെ ജീവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ സ്വയമായിട്ട് പ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആലയത്തിലുള്ള അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെയാണ് സുവിശേഷ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. നിങ്ങളോട് പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞ നിന്നവർ. നിങ്ങൾ ജനിച്ച മതത്തിൽ, വിശ്വാസത്തിൽ, സംസ്കാരത്തിൽ, അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണം ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. ഞങ്ങളെ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ്. കൗദാസ്യ ജീവിതം കുമ്പസാരിക്കാനും വിവാഹം എന്ന കുദാശ കുഞ്ഞുങ്ങളെ പുണ്യഭവന വളർത്താൻ കൗദാസ്യവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂദാശ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു. അത് ഒരു ദൈവകൃപയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷേ അതിലേക്ക് നിങ്ങളെ 0 പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണതയിലേക്ക് വരുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന് ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്കുണ്ട്, അനുവദിക്കത്തില്ല, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ്. അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. കർത്താവ് ജനിച്ചപ്പോൾ മാലാഖ നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക്. ദാറ്റ് ഈസ് ഐ ആം പ്രൊക്ലൈമിങ്. സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത്, യഹൂദന്മാരല്ലാത്തവരോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു? ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു? പരീക്ഷ
എല്ലാവരും എഴുന്നേൽക്കുക. അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇടനെഞ്ചിലും തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇട്ടുമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും അങ്ങയുടെ തിരുസന്നിധി ചെയ്തു പോയ നിന്റെ അപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ അങ്ങയുടെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം അണിപ്പെടുതാകുന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ. ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഞരമ്പുകളെ കഴുകണമേ. വാതരോഗികളെ, കിഡ്നി രോഗികളെ, ഹൃദയരോഗികളെ, തൊണ്ട അസുഖങ്ങളുള്ള സ്പോണ്ടിലോസിന് അസുഖമുള്ളവരെ, തലച്ചോറിന് രോഗങ്ങളുള്ളവരെ, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവർ, ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവർ, ഉദര രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സദയം തുണേനേ സുഖമായിടും എന്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുണേനേ സുഖമായിടും എന്റെ ഉള്ളം. കൈകൾ രണ്ടും പിടച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവര്, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവര് എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവ്, ജോലി നാട്ടിലില്ലാത്തവര്, പരീക്ഷ എഴുതി നിൽക്കുന്നവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ ചിലർ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ അവർ തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ സ്തുതിക്കട്ടെ. മക്കളില്ലാത്തവർ, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവർ, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് അയക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ഈശോയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദ സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, വലിയ വചന വെളിപാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവരാജ്യ വികസനത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ
ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. Oh